ഫലസ്തീൻ സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ അശ്ലീല വീഡിയോകൾ. ഫലസ്തീൻ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും ലൈംഗിക ചുവയോടുകൂടിയ വീഡിയോകളും വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. എക്സിൽ വലിയ തോതിൽ ഇത്തരം അശ്ലീലത നിറഞ്ഞ ഉള്ളടക്കത്തോടു കൂടിയ വീഡിയോകളാണ് സൈന്യം പങ്കുവച്ചിട്ടുള്ളതെന്ന് TRT വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന വീടുകളിൽ നിന്നും സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കൈക്കലാക്കി അത് ഉപയോഗിച്ചാണ് വീഡിയോകൾ ചെയ്യുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കും വിധം വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് പുറമെ വിലപിടിപ്പുള്ള ആഭരണങ്ങളടക്കം മോഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഫലസ്തീനികൾക്കെതിരെ വംശീയ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ സേന സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടത്തുന്നതായി UN വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിനിടെ സ്ത്രീകളെയും കുട്ടികളെയും കാണാതാവുന്നതിലെ ആശങ്കകളും UN പങ്കുവച്ചിരുന്നു. ഫലസ്തീൻ സ്ത്രീകൾ കടുത്ത ശാരീരിക മാനസിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളോ സാനിറ്ററി സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ അണുബാധയടക്കമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളെ ബാധിക്കുന്നതായാണ് വിവരം. ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായ ഗസയിൽ ഗർഭിണികളടക്കം കടുത്ത പട്ടിണിയിലാണ്. അതിനിടെയാണ് സൈന്യത്തിന്റെ ഇത്തരം ക്രൂരതകളും ഫലസ്തീനിലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. യുദ്ധത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇതുപോലെ നിരവധി ക്രൂരതകളാണ് ഇസ്രായേൽ സൈന്യം ഗസയിലെ ജനങ്ങൾക്കുമേൽ ചെയ്തു കൂട്ടിയത്. അധിനിവേശ സേനയുടെ കരവ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ കഴിഞ്ഞവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ടിരുന്നു. കൂടാതെ ഗർഭിണികളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം മൃതദേഹങ്ങൾക്കുമേൽ ബുൾഡോസർ കയറ്റി വികൃതമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ച് കടത്തിയതായുള്ള വിവരങ്ങൾ ഫലസ്തീൻ ഇൻഫർമേഷൻ സെന്റർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ആക്രമണത്തിനിടയിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ മോഷണവും കൊള്ളയും നടത്തുകയാണെന്ന് ജനീവ കേന്ദ്രീകരിച്ചുള്ള യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ദശലക്ഷക്കണക്കിന് ഡോളർ വില മതിക്കുന്ന സ്വത്തുക്കളാണ് കൊള്ളയടിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഗസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി പരിശോധന നടത്തുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘവും അറിയിച്ചിരുന്നു. ഗസയിലെ ഇസ്രായേൽ യുദ്ധം 6ാം മാസത്തിലേക്ക് കടന്നിരിക്കെ പട്ടിണിയും പകർച്ചവ്യാധികളും പിടിമുറുക്കുകയാണ്. യുദ്ധത്തിൽ 30,000-ലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. സൈന്യത്തിന്റെ ഉപരോധവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഗസയെ വലച്ചിരിക്കുകയാണ്. ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാരണം നിരവധി കുട്ടികൾ മരിച്ചതായാണ് വിവരം. കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുള്ളതായി UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഫ ഉൾപ്പെടെയുള്ള ഗസയുടെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തി നിരവധി പേരെയാണ് സൈന്യം കഴിഞ്ഞ ദിവസവും കൊലപ്പെടുത്തിയത്. ദൈർ അൽ ബലാഹിൽ കെട്ടിടത്തിനുമേൽ ബോംബിട്ട് 11 പേരെയാണ് കൊലപ്പെടുത്തിയത്. 24 മണിക്കൂറിനിടെ 78 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30,878 ആയി. 72,402 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്.